കോടതിക്ക് ബോധ്യമായത് കോടതി പറഞ്ഞു. രണ്ടാളും ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് എന്താ ലക്ഷ്മി ഭാഗ്യലക്ഷ്മി വേണത് ഇപ്പം മറ്റേ കുട്ടിയുടെ കയ്യിൽ കാശില്ല എന്നൊക്കെയാണ്. നമുക്ക് തോന്നുന്നത് ഫിലിം ഫീൽഡൊക്കെ അത്യാവശ്യം കാശുള്ള ഫീൽഡ് തന്നെയാണ്. എനിക്ക് അറിയില്ലുണ്ടോ എന്നുള്ളത്. രണ്ടാൾക്കും അത്യാവശ്യം കാശൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ കോടതിക്ക് ശരി തോന്നിയിട്ടുണ്ടാവും. അതിന് സർക്കാരിന് കുറ്റമുണ്ട്. കാരണം സർക്കാർ എപ്രകാരമാണ് ആ നടനോട് പെരുമാറി എന്നുള്ളത് ആ നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഈ പറഞ്ഞ നടൻ എന്താ വെച്ചാൽ നടനോടെടുത്ത സമീപനം ഒന്ന് സർക്കാർ ഇപ്പം ഏകദേശം പിണറായി വിജയൻ്റെ അടുത്ത വർഷം സർക്കാരാണ്. ഒരു ദയം കാണിച്ചായിട്ട് ദയ കാണിക്കാൻ ആവശ്യമില്ല. അയാളെ പേരിൽ ആരോപണം വന്നൊരു സ്ത്രീ പരാതി കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഉടനായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട് തോന്നുന്നു. കൊണ്ടുപോയി അയാൾ ഈ പറഞ്ഞ റിമാൻഡ് ആക്കപ്പെട്ടു. സർക്കാരിനുണ്ടെങ്കിൽ അയാളെ അപ്പോഴും രക്ഷപ്പെടുത്താനല്ലേ നോക്കുക. അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷ സർക്കാർ ആ കാര്യം തന്നെ ചെയ്തത്. അപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ടൊന്നുമല്ല സർക്കാർ ഇതിൽ സർക്കാരിന് എന്താ രണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ രണ്ട് വ്യക്തികളാണ്. അതിനൊരു പക്ഷേ സിനിമയിൽ തന്നെയുള്ള ആളുകൾ 2 വർഷം പറയുന്നില്ലേ. എനിക്ക് എന്തായാലും ഇവിടെ ഞാൻ കേരള സർക്കാരിനെ ഞാൻ ഒന്നും കാണുന്നില്ല. എൻ്റെ ഒരു നോട്ടത്തിൽ കാണുന്ന സമയത്ത്